ആറന്മുള പരമ്പരാഗതമായി LDF മണ്ഡലമൊന്നുമല്ല. കോന്നി, ആറന്മുള, പത്തനംതിട്ടയിൽ ഹിന്ദുക്കളും, അതായത് NSS, SNDP അതിനോടത്ത് വരുന്ന നായർ, ഈഴവ, പിന്നെ ക്രിസ്ത്യാനികൾ, അവർ കൂടുതലും കോൺഗ്രസ്സുകാരാണ്, വിശ്വാസികളാണ്. മാരാമൻ കൺവെൻഷൻ നടക്കുന്നു, അതുപോലെ തന്നെ നമ്മുടെ ശബരിമലയുണ്ട്, എല്ലാ അർത്ഥത്തിലും കോഴഞ്ചേരി, അതൊക്കെ. പിന്നെ ശൈവ വെള്ളാള സമുദായം ആ ഭാഗത്ത് വലിയൊരു പ്രധാനപ്പെട്ട ഒരു സമുദായമാണ് പത്തനംതിട്ട ജില്ലയിൽ. അവരും കൂടുതലും BJPക്കാരും RSSകാരും കോൺഗ്രസ്സുകാരുമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് വലിയ സ്വാധീനമുള്ള അല്ല. പക്ഷേ എങ്കിൽ പോലും ഇടയ്ക്ക് കോന്നി കുറച്ചുകൂടെ വ്യത്യസ്തമാണ്. കോന്നിയിൽ പത്മകുമാർ ജയിച്ചിട്ടുണ്ട്, രാജു അബ്രഹാം ജയിച്ചിട്ടുണ്ട്, അങ്ങനെയും വരുന്നുണ്ട്. എന്തായാലും ആറന്മുളയിൽ അബിൻ വർഗിയും, യൂത്ത് കോൺഗ്രസിൻ്റെ അബിൻ വർഗിയും, അതുപോലെ തന്നെ നമ്മുടെ വീണ ജോർജുമാണ് മത്സരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ വീണ ജോർജിനെ ഇപ്രാവശ്യം മത്സരിപ്പിക്കാൻ പാടില്ലായിരുന്നു. എന്തായാലും 2-3 പേരെ ഒഴിവാക്കിയല്ലോ. MM മണിയെയും ഷംസീറിനെ ഒഴിവാക്കിയ കൂട്ടത്തിൽ വീണ ജോർജിനെ കൂടി ഒഴിവാക്കണമായിരുന്നു. കാരണം ആരോഗ്യരംഗത്ത് ഇത്രമാത്രം മോശമായ ഒരു ഭരണകാലം കേരളത്തിലില്ലായിരുന്നു. കുറേ കെട്ടിടങ്ങളൊക്കെ വന്നു, തർക്കമില്ല, കുറേ മെഷീൻ വന്നു, കെട്ടിടം വന്നു. പക്ഷേ എന്നാലും ഒരു ആരോഗ്യമന്ത്രിയുടെ ആരോഗ്യവകുപ്പിൻ്റെ ഒരു ഓണപ്പ് വന്നില്ല എന്നുള്ളതാണ്. അതാണ് പ്രധാന കാര്യം. ഒരു കാരുണ്യവും കരുതലും അവർക്കുണ്ടായില്ല. കാരണം അവരുടെ ഒരു പ്രായത്തിൻ്റെ പക്വതക്കുറവ്, അവരുടെ ദേഷ്യം, അവരുടെ ഈഗോ കോംപ്ലക്സ്, ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. ചാനലുകളോട്, പത്രക്കാരോട്, മീഡിയക്കാരോട്, സകലവരോട് ഒരുതരം പുച്ഛവും ഒരുതരം വെറുപ്പും, ഒരു അരഗൻസിയാണ് അവർക്ക്. അല്ലാതെ അവർ ഒരു വിനയത്തോടു കൂടി, അവർ പത്രരംഗത്ത് നിന്ന്, റിപ്പോർട്ടർ ചാനലിൽ നിന്ന് വന്നവരാണ്. അതിനുമുമ്പ് അവർ ഏഷ്യാനെറ്റിലും മറ്റും വർക്ക് ചെയ്തത്. അതിൻ്റെ ഒരു പക്വതയൊന്നും അവർക്കില്ല. അതിൻ്റെ ഒരു ദോഷം വളരെ മെച്ചമായി ശൈലജ ടീച്ചർ കൊണ്ടുപോയ ആരോഗ്യവകുപ്പിനെ വളരെ മോശമാക്കി കൊണ്ടുപോകുന്നതിൽ വലിയ പങ്ക് വീണ ജോർജിനുണ്ട്. ആ വീണ ജോർജിനെ മത്സരിപ്പിക്കാൻ പാടില്ലായിരുന്നു. എന്തായാലും വീണ ജോർജ് മത്സരിച്ചു. ഇപ്പോൾ കുമ്മനം രാജശേഖരൻ കൂടി അവിടെ പോയിട്ടുണ്ട്. കുമ്മനം രാജശേഖരന് ആറന്മുളയിൽ വലിയ വേരുകളുള്ളതാണ്. ആറന്മുള വിമാനത്താവളത്തിനെതിരെ നടന്ന സമരത്തിൽ സുഗതകുമാരി ടീച്ചറിനോടൊപ്പം ശക്തമായി നിന്ന് പ്രവർത്തിച്ച കുമ്മനം രാജശേഖരനാണ്. അതുപോലെ തന്നെ അവിടെ അനാഥ മന്ദിരമുണ്ട്, ആറന്മുള ട്രസ്റ്റുണ്ട്, പൈതൃക ഗ്രാമത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നു. അതുപോലെ തന്നെ സുഗതകുമാരി ടീച്ചറിൻ്റെ പേരിൽ സുഗത വനം, ആറന്മുളയിൽ കുറേ ഏക്കർ ഭൂമി വാങ്ങി സുഗത വനം നടത്താനുള്ള പരിപാടികൾ നടക്കുന്നു. സ്കൂളുകൾ സ്വന്തമായുണ്ട്. അങ്ങനെ വലിയ ഒരു സാമൂഹ്യ ബന്ധവും കുമ്മനം രാജശേഖരന്, ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാരുണ്യ പ്രവർത്തനങ്ങളും സാമൂഹ്യ ബന്ധവും രാഷ്ട്രീയത്തിനതീതമായ ബന്ധങ്ങളുള്ളൊരു മണ്ണാണ് ആറന്മുള. അബിൻ വർഗിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ വളരെ പ്രധാനപ്പെട്ട നേതാവാണ്. അപ്പോൾ സാമുദായിക ഘടനകൾ നോക്കുകയാണെങ്കിൽ ഹിന്ദു വോട്ടുകൾ ഇപ്പുറത്ത് ഏകീകരിച്ചാൽ, കുമ്മനത്തിന് ഏകീകരിച്ചാൽ ക്രിസ്ത്യൻ വോട്ടുകൾ അപ്പുറത്ത് 2ആയി പോകും. എന്നാൽ ഹിന്ദുക്കളിൽ ഒരു ഭാഗം കമ്മ്യൂണിസ്റ്റുകാരുമുണ്ട് അവിടെ. എല്ലാവരും കുമ്മനത്തിന് വോട്ട് ചെയ്യുന്നവരായിരിക്കില്ല, RSS BJPക്കാരല്ല. അപ്പോൾ അങ്ങനെ 3ആയി വോട്ട് പോകുമ്പോൾ കടുത്ത മത്സരമാണ് അവിടെ നടക്കാൻ പോകുന്നത്. നല്ല മത്സരമാണ് നടക്കുന്നത്. ഇന്നലെ കുമ്മനം രാജശേഖരൻ്റെ അവിടെ ചെന്നപ്പോൾ അവിടെ സ്വീകരിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. വൻപിച്ച പരിപാടിയായിരുന്നു, വലിയ ആൾക്കൂട്ടമുണ്ട്. അപ്പോൾ ഈ എല്ലാ പാർട്ടികൾക്കും വലിയ ആൾക്കൂട്ടം അവിടെ കാണുകയാണ്. ഈ കാണുന്ന ആൾക്കൂട്ടമൊക്കെ വോട്ടായി മാറുമോ, അതോ ഈ പരിപാടിക്ക് വരും വോട്ട് വേറെ ആർക്കെങ്കിലും ചെയ്യും, ഇതൊന്നും നമുക്കറിയില്ല. പക്ഷേ എന്തായാലും വളരെ വലിയ മത്സരമാണ് ആറന്മുള കാണുന്നത്. ആറന്മുളയെ ഒരു A ക്ലാസ് മണ്ഡലമായിട്ടാണ് കുമ്മനം രാജശേഖരൻ വന്നതോടുകൂടി BJP കാണുന്നത്. BJP ഒരു 10-30 മണ്ഡലങ്ങളെ A ക്ലാസ് മണ്ഡലങ്ങളായി കാണുന്നു. കഴിഞ്ഞ ദിവസം വരെ തിരുവനന്തപുരം സെൻട്രലിൽ, ഇപ്പോൾ കരമന ജയനെ BJP പ്രഖ്യാപിച്ച തിരുവനന്തപുരം സെൻട്രലിൽ കുമ്മനം രാജശേഖരൻ്റെ പേര് വളരെ സജീവമായി കേട്ടതാണ്. പക്ഷേ അദ്ദേഹം അവിടെ നിന്ന് പോയി അവിടെ മത്സരിക്കുകയാണ്, ആറന്മുളയെ മത്സരിക്കുകയാണ്. അബിൻ വർഗിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറഞ്ഞ പോലെ ചെറുപ്പക്കാരനാണ്. രാഷ്ട്രീയ രംഗത്ത് ആദ്യമായി MLA ആകാൻ വരുന്ന ആളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചടുലതയും ന്യൂജൻ കുട്ടികളുടെ ഒരു ഇൻട്രസ്റ്റുമൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൻ്റെയും സോഷ്യൽ മീഡിയയുടെയും ഫേസ്ബുക്കിൻ്റെയും കാലമാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും കോൺഗ്രസ് അവരുടെ പരുക്കുകളിൽ നിന്ന് മുക്തമായി വരുന്നു. സുധാകരൻ ഫാക്ടർ പ്രശ്നം തീർന്നു. സുധാകരൻ TO മോഹനന് വേണ്ടി രംഗത്ത് വന്നു. അടൂർ പ്രകാശ് പ്രശ്നം പരിഹരിച്ച് ഒതുങ്ങി. അടൂർ പ്രകാശ് ഒതുങ്ങേണ്ടത് ആറന്മുളയ്ക്കും കൂടി ആവശ്യമാണ്. അപ്പോൾ അടൂർ പ്രകാശ് ഒതുങ്ങിയിട്ടുണ്ട്. കോന്നിയൊക്കെ വളരെ പ്രധാനപ്പെട്ട അടൂർ പ്രകാശിൻ്റെ സ്വന്തം നാടാണ്, അവിടെ സ്വന്തം സ്ഥലമാണ്.
ഈ പ്രവർത്തന മണ്ഡലമുണ്ട്. അടൂരാണ് സ്ഥലം എങ്കിലും കോന്നി എന്നൊക്കെ പറയുന്ന അടൂർ പ്രകാശിൻ്റെ വലിയ സ്വാധീനമുള്ള പ്രദേശമാണ്. നിരവധി അവിടെ MLA ഒക്കെ ആയിരുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആറന്മുള മണ്ഡലം, ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രമുണ്ട് അവിടെ. ആ ക്ഷേത്രത്തിൻ്റെ അടുത്താണ് നമ്മുടെ വില്ലൻ പത്മകുമാറിൻ്റെ വീടുള്ളത്. അത് ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് തിരുവാഭരണം കൊണ്ടുവച്ച് വെച്ചിരിക്കുന്നത് ആറന്മുള ക്ഷേത്രത്തിലാണ്. അപ്പോൾ വലിയ ചരിത്ര പ്രസിദ്ധമായ പൈതൃകമുള്ള വലിയ ഒരു ആറന്മുള കണ്ണാടി വളരെ പ്രസിദ്ധമാണ്. അപ്പോൾ വലിയ പൈതൃകമുള്ള പാരമ്പര്യമുള്ള സംസ്കാരമുള്ള മൂല്യങ്ങളുള്ള ഒരു നാടാണ്. അവിടെയാണ് 3 പേർ കൃത്യമായി മത്സരിക്കുന്നു. ഒരു ത്രികോണ മത്സരം 140 മണ്ഡലങ്ങളിലും ത്രികോണ മത്സരം ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ 10, 30, 40 മണ്ഡലങ്ങളിൽ അതിഗൗരവതരമായ മീനമാസത്തിലെ സൂര്യൻ്റെ ചൂടിനെ വെല്ലുന്ന രീതിയിലുള്ള ഒരു തിരഞ്ഞെടുപ്പ് നടക്കും. ആ തിരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് മുൻ BJP അധ്യക്ഷനും മിസോറാം മുൻ ഗവർണറുമായിട്ടുള്ള കുമ്മനം രാജശേഖരൻ, എല്ലാവരും രാജേട്ടൻ എന്ന് വിളിക്കുന്ന കുമ്മനം രാജശേഖരൻ്റെ തിരഞ്ഞെടുപ്പും അദ്ദേഹം മത്സരിക്കുന്നത് കൊണ്ടും യൂത്ത് കോൺഗ്രസിൻ്റെ അഫീം വർക്കിൻ മത്സരിക്കുന്നത് കൊണ്ടും പിന്നെ വീണ ജോർജ് നേരത്തെ അവിടെ ഉണ്ടായിരുന്ന വീണ ജോർജ് നേരത്തെ MLA ആയിരുന്നു ഉള്ളത് കൊണ്ടും വലിയ ശ്രദ്ധയാണ് സംസ്ഥാന അടിസ്ഥാനത്തിൽ ആ മണ്ഡലം നേടുന്നത്. ഈ ത്രികോണ മത്സരത്തിൽ അവിടെ എന്താണ് സാധ്യതയെന്ന് പറയാൻ ഇനിയും ദിവസങ്ങൾ നമുക്ക് ഒന്നുകൂടി കാത്തിരിക്കണം. എന്തായാലും 3 പേരും അതിശക്തമായ മത്സരമാണ് ആറന്മുളയിൽ കാഴ്ചവെക്കുന്നത്. ഇനിയിപ്പോൾ പ്രചരണത്തിൻ്റെ ദിവസങ്ങളാണ്. അത് വളരെ കൃത്യമായി നമുക്ക് കാണാം എന്താണ് ആറന്മുളയിൽ സംഭവിക്കുകയെന്ന്. തീർച്ചയായിട്ടും 3 പേരും അഫിൻ വർഗിയും, കോൺഗ്രസിൻ്റെ അഫിൻ വർഗിയും, CPMൻ്റെ വീണ ജോർജ് ഒരു പെയ്ഡ് കാൻഡിഡേറ്റാണ്, അവിടുത്തെ പള്ളിക്കാരുടെ ഒരു കാൻഡിഡേറ്റാണ്. പക്ഷേ എങ്കിലും CPM തന്നെ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ മത്സരിപ്പിക്കുകയൊക്കെ ചെയ്തു. അത് പിണറായിയുടെ ഒരു പ്രത്യേക താല്പര്യത്തിൽ വന്നതാണ്. പക്ഷേ ആ സഭയുടെ നോമിനിയാണ്. അപ്പോൾ മന്ത്രി വരെ ആക്കി. മന്ത്രിയാക്കാൻ പറ്റിയ കാര്യം എന്ന് പറഞ്ഞാൽ മന്ത്രി ആയത് ശൈലജ വെട്ടിയപ്പോൾ കിട്ടിയ ഒരു ഗുണം കിട്ടിയതാണ്. അപ്പോൾ എന്തായാലും പക്ഷേ വലിയ ഒരു സാധ്യതയാണുള്ളത്. 3 പേർ മത്സരിക്കുന്നു. 3 പേരും ശക്തരാണ്. 3 ആംഗിളിൽ അവർ പ്രസിദ്ധരാണ്. അതുകൊണ്ട് തന്നെ ശക്തമായ ത്രികോണ മത്സരത്തിലേക്ക് ആറന്മുളയും കയറി വന്നിട്ടുണ്ട്.